വൈഗ ഡാമിലെ വെള്ളം വറ്റിയതുമായി ബന്ധപ്പെടുത്തിയും തമിഴ്നാട്ടിലെ ജില്ലകളിലുമൊക്കെ കേരള അതിർത്തി അടയ്ക്കുന്നു എന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. എന്തായാലും തമിഴ്നാട്ടിൽ ചെറിയ ബഹളം തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ മുല്ലപ്പെരിയാർ വിഷയം ഒരു സംസ്ഥാന വിഷയമായോ ഒരു രാജ്യാന്തര വിഷയമായോ മാറുന്നില്ല? പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് നിരോധിക്കാൻ സുപ്രീം കോടതി വരെ വിചാരിച്ചിട്ടും നടന്നില്ല. വെള്ളത്തിൻ്റെ കാര്യത്തിൽ തമിഴ്നാട്ടുകാർ അതിവൈകാരികമുള്ളവരാണ്. അതിനേക്കാൾ വൈകാരികമായിട്ടാണ് അവർ ഭാഷയെ കാണുന്നത്. തമിഴ് ഭാഷയെ ആരെങ്കിലും തൊട്ടാൽ, എന്തിനു പറയുന്നു, ഹിന്ദി ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞതിന് പോലും വലിയ വികാരമാണ് ഉണ്ടായത്, വലിയ ബഹളമാണ് ഉണ്ടായത്. പൊളിറ്റിക്കലായിട്ട് തിരിച്ചടി തന്നെ ഉണ്ടായി. അത് ആര് പറഞ്ഞാലും അവർക്കെല്ലാം തിരിച്ചടി ഉണ്ടായി. വെള്ളത്തിൻ്റെ കാര്യം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാം കെട്ടുന്നതിന് മുമ്പുള്ള കാലത്ത് ബ്രിട്ടീഷുകാർക്ക് കപ്പം കിട്ടുന്നതിന് വേണ്ടി എല്ലാ നാട്ടുരാജ്യങ്ങളിൽ നിന്നും കപ്പം മേടിച്ചിരുന്നു. കപ്പം എന്ന് പറഞ്ഞാൽ ഈ പൈസ മേടിച്ചിരുന്നു, ടാക്സ് പിരിച്ചിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ടാക്സ് കിട്ടാതായപ്പോൾ അത് പ്രധാന ഘടകമാണ്. അതോടൊപ്പം തന്നെ പട്ടിണിയും ദാരിദ്ര്യവും വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ട് തമിഴ്നാട്ടിലെ തേനി, കമ്പം, രാമനാഥപുരം, തിരുനെൽവേലി അങ്ങനെ തുടങ്ങിയ കുറേ ജില്ലകൾ വെള്ളത്തിന് ദുരിതമായി കർഷകർ മരിക്കുന്നു. കൃഷിഭൂമി ധാരാളമുണ്ട്, മഴയില്ല. അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ കൂടിയാണ് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം പ്രധാന മോട്ടിവേഷൻ ഈ കപ്പം കിട്ടുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അവർ കണ്ടെത്തി. അവസാനം അതിൻ്റെ കഥയൊന്നും ഇപ്പം നമ്മൾ പറയാൻ നിൽക്കുന്നില്ല. പെനിക്യുക്ക് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ വന്നു. അങ്ങനെയാണ് ഡാമൊക്കെ വരുന്നത്. പക്ഷേ ഡാം എന്നതിൻ്റെ ഏറ്റവും വലിയ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കുഞ്ഞു കാര്യം, ഡാം കേരളത്തിൻ്റേതുമല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും അല്ല. ഡാമിൻ്റെ സ്ഥലമാണ് 8000 ഏക്കർ സ്ഥലമാണ് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്, ലീസിന് കൊടുത്തിരിക്കുന്നത്. 40,000 രൂപ പ്രതിവർഷം. അത് എത്രയോ വർഷമായി 40,000 രൂപ തരുന്നില്ല എന്നും പറയുന്നു. അത് നമുക്കറിയില്ല, അതിൻ്റെ കണക്കുകളൊന്നും കിട്ടുന്നുമില്ല കേരളത്തിൽ. പിന്നെ 5 രൂപ വെച്ചിട്ട്, ഏക്കറിന് 5 രൂപ വെച്ചിട്ട് മറ്റ് ഒരു പൈസയും പറയുന്നു. ഇങ്ങനെ ചില പൈസ നമുക്ക് കിട്ടുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ വന്നോളൂ എൻ്റെ സ്ഥലത്ത് ഒറ്റി കൊടുക്കുമല്ലോ, അങ്ങനെ പറയാം. നമുക്ക് ഒറ്റി കൊടുത്തതാണ് സ്ഥലം. ഒറ്റി കൊടുത്ത സ്ഥലത്ത് അവർ വീട് വെച്ചു എന്ന് പറയുന്ന പോലെ അവർ ഡാം കെട്ടി. ഡാമിൻ്റെ ഹൈറ്റ് അവർ തീരുമാനിക്കും, ഡാമിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ തീരുമാനിക്കും. നമ്മൾ നോക്കുകുത്തികളായി നോക്കിക്കൊണ്ടിരിക്കും. ഇത്രയാണ് വിഷയം. എൻ്റെ വിഷയം ഇതല്ല, അല്ലെ നമ്മളുടെ വിഷയം ഇതല്ല. പെനിക്യുക്ക് ഡാം കെട്ടുമ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ, ഒരു മൊത്തത്തിലൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ ഡാമിനെ സംബന്ധിച്ച്. എത്ര വർഷം പോകും? പ്രത്യേകിച്ച് സിമൻറ്റ്, മണൽ, കമ്പി, പാറ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ RCC സ്ട്രക്ചറിൽ ചെയ്തതല്ല, ചുണ്ണാമ്പും സുർക്കിയും കൊണ്ടാണ്. അന്നത്തെ ഏറ്റവും വലിയൊരു ദൗർബല്യവും കുറവും ഇന്നത്തെ കുറവും, ചുണ്ണാമ്പ് സുർക്കിയും കൊണ്ടുള്ള മിശ്രിതത്തിൻ്റെ ആയുസ് എത്ര എന്ന് എഞ്ചിനീയറിംഗ് പരമായി തീരുമാനിക്കപ്പെട്ടിട്ടില്ല. പറയാൻ നമുക്ക് ഇത്ര വർഷമായിട്ട് ഇരിക്കുന്നില്ലേ, ലോകത്ത് ഒരുപാട് സ്ഥലത്ത്, പല സ്ഥലത്ത് ഇതുപോലത്തെ ഡാമുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ശാസ്ത്രീയമായി പറയാൻ കഴിയുന്നില്ല ഇത് ഇത്ര വർഷം ജീവിച്ചിരിക്കും അല്ലെങ്കിൽ കേടുകൂടാതെ ഇരിക്കും എന്ന് പറയാൻ കഴിയും. ഞാൻ പറയാൻ വരുന്ന വിഷയവും അതല്ല. മുല്ലപ്പെരിയാറിൻ്റെ ഡാമിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചോ സ്റ്റെബിലിറ്റിയെക്കുറിച്ചോ അല്ല ഞാൻ ഈ പറയുന്നത്. എൻ്റെ ഈ വീഡിയോയുടെ സാരാംശം അതല്ല. അടുത്ത വിഷയം, 3 കാരണങ്ങളാൽ കൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിന് കുഴപ്പം പറ്റാം. ഒന്ന്, ഡാമിൻ്റെ സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, അതായത് കെട്ടിയതിലുള്ള അപാകതകൾ കൊണ്ട് പ്രശ്നം പറ്റാം. പക്ഷേ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് വളരെ മനോഹരമായി കെട്ടിയതുകൊണ്ട് ആ അപകടം വരാൻ സാധ്യത കുറവാണ്. എന്നാലും ചില ചോർച്ചയും കാര്യങ്ങളൊക്കെ വന്നു, കാലാന്തരത്തിൽ ചോർച്ചയൊക്കെ വന്നു. അതുകൊണ്ട് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിക്കും നമുക്ക് പ്രശ്നമില്ല എന്ന് സമ്പൂർണ്ണമായി പറയാനാവില്ല. രണ്ടാമത്തെ വിഷയം എർത്ത്ക്വേക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്, ഭൂകമ്പം ഉണ്ടാവുക എന്നുള്ളതാണ്. ഭൂകമ്പത്തെ സംബന്ധിച്ച് അതൊരു വളരെ വലിയ ഭൂകമ്പം ഫുജി അല്ലെങ്കിൽ ചൈന, ജപ്പാനിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഫ്രീക്വൻ്റായിട്ട് ഭൂകമ്പം ഉണ്ടാകുന്ന, റിച്ചർ സ്കെയിലിൽ വളരെ വലിയ തോതിൽ ഭൂകമ്പം ഉണ്ടാകുന്ന ഒരു പ്രദേശമല്ല. പക്ഷേ ഭൂകമ്പത്തെ സംബന്ധിച്ചിടത്തോളം റിച്ചർ സ്കെയിൽ നോക്കിയിട്ടല്ല ഭൂകമ്പം വരുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയും എന്തും സംഭവിക്കാവുന്ന ഒരു സാധ്യതയുണ്ട്. ഇത് രണ്ടുമല്ല
അപ്പോൾ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ആണെങ്കിൽ നമുക്ക് വീണ്ടും പണിഞ്ഞ് സിമെൻ്റൊക്കെ ഇട്ട് ആങ്കറൊക്കെ അടിച്ച് അതിനെ ക്ലിയർ ചെയ്യാം, സമ്മതിച്ചു, അതിനെ പൂശിയൊക്കെ എടുക്കാൻ വേണ്ടും. ഭൂകമ്പമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതല്ല പ്രശ്നം. പ്രശ്നം മഴയാണ്. കേരളത്തിൽ അതീവ ഗുരുതരമായിട്ടാണ് ഇപ്പോൾ 66% മഴ മാറി. ജൂണിലെ മഴ മാറി 40%, ഇപ്പോൾ 10-20%, 10-26%, 66% മഴ മാറി. ഭൂമധ്യരേഖ പ്രദേശത്ത് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടും നല്ല സൂര്യപ്രകാശം ഇവിടെ കിട്ടുന്നതുകൊണ്ടും അറബിക്കടൽ നന്നായി ചൂടായി നീരാവി ഒരുപാട് ഉണ്ടായിട്ടുള്ളത് കൊണ്ടും പശ്ചിമഘട്ട മലനിരകൾ ഉള്ളതുകൊണ്ടും പർവ്വതജന്യമായ ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറയുന്ന പർവ്വതജന്യമായ മഴ പെയ്യുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ടും, മഴ പലതരത്തിലുണ്ട്, അതിൽ പർവ്വതജന്യമായ മഴയാണ് ഈ നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു പ്രധാന മഴ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാൻ ദീർഘമായി വീഡിയോ പോകുന്നില്ല. കടലിലുള്ള നീരാവിയായി ലംബമായി കുറച്ച് ദൂരം ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരശ്ചീന ദിശയിൽ സഞ്ചരിക്കും, ഹൊറിസോണ്ടലായി സഞ്ചരിക്കും. അങ്ങനെ എത്തി അത് പശ്ചിമഘട്ട മലനിരയിൽ തട്ടുമ്പോൾ അവിടെ നിന്ന് കറങ്ങും. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, മലനിരകളുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാലക്കാട് ഗ്യാപ്പ് വഴി പുനലൂർ വഴിയൊക്കെ പോകാൻ പറ്റും. അല്ലാതെ മൊത്തത്തിൽ പശ്ചിമഘട്ടം വഴി നമ്മുടെ കാറ്റിന് ചൂടുള്ള നീരാവിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല തമിഴ്നാട്ടിൽ. ഇവൻ അവിടെ കിടന്ന് ഈ കറക്കം എന്ന് പറയുമ്പോൾ മലയുടെ ഒരു ഹൈറ്റ് ഉണ്ട്, മലയ്ക്കൊരു ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇവനെ മേലോട്ട് വലിക്കും. പിന്നെ താഴോട്ടല്ല പോണത്, മുകളിലോട്ട് വലിക്കും. ഇത് മുകളിലോട്ട് പോയി ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ തണുക്കുമ്പോഴാണ് ഘനീഭവിച്ച് മഴയാവുന്നത്. നമുക്ക് ഇൻവേഡ് സൈഡ്, അതായത് നമുക്ക് മഴ കിട്ടും, തമിഴ്നാട് ലീവേഡ് സൈഡിൽ മഴയില്ല, മഴ നിഴൽ പ്രദേശം, അങ്ങനെയാണ് പോകുന്നത്. അല്ല മുകളിൽ നിന്നായിരുന്നു വെള്ളം വന്നിരുന്നെങ്കിൽ തമിഴ്നാട്ടിന് നമുക്ക് ഒരുപോലെ മഴ കിട്ടുമായിരുന്നു. എന്തുകൊണ്ട് കേരള സൈഡിൽ മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ പർവ്വതജന്യമായ മഴയായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോകുന്നില്ല കാറ്റ്. എല്ലാ മൊത്തത്തിൽ വരുന്ന സംവഹന മഴ എന്നൊക്കെ പറയുന്ന വേറെ മഴയുണ്ട്. ഞാൻ മഴയുടെ ക്ലാസ് അല്ല ഇത്, അതുകൊണ്ട് വേറെ ടൈപ്പ് മഴയുണ്ട്. സൈക്ലോൺ മഴ, സംവഹന മഴ എന്നൊക്കെ പറയുന്ന വേറെ മഴയുണ്ട്. എന്നാൽ ഈ പർവ്വതജന്യ മഴ വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കേരളത്തിൽ ഇരിക്കുന്ന ഈ ഡാമിൻ്റെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനും ലീസിന് കൊടുത്തിരിക്കുന്ന തമിഴ്നാടുമായ ഡാമിൻ്റെ അപകടത്തെ സംബന്ധിച്ച് കേരള ജനതയ്ക്ക് വലിയൊരു ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ചപ്പാത്ത് ആ ഭാഗത്തൊക്കെ താമസിക്കുന്നവർ, എറണാകുളം ജില്ലയിലുള്ളവർ, പെരിയാറിൻ്റെ തീരത്തുള്ളവർ, ഒരു 4-5 ജില്ലകളിലെ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. 5 ജില്ലയെന്ന് പറയുമ്പോൾ 10-30 ലക്ഷം ആളുകളിൽ കൂടുതൽ വരും. ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഡാമിലെ വെള്ളം ഇടുക്കി ഡാം പിടിക്കും എന്നാണ് ഒരു വാദം. ശരിയാണ്. പക്ഷേ നല്ല മഴ, ഞാനീ പറഞ്ഞ ഇപ്പോൾ 66 ദിവസത്തെ കിട്ടാതിരിക്കുന്ന മഴ ശക്തമായി വരാം. അങ്ങനെയാണല്ലോ മഴയുടെ ഒരു വരവ്. അപ്പോൾ മഴ ശക്തമായാൽ മഴ പോവില്ല. ഈ പർവ്വതജന്യ മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ തന്നെ കിടന്ന് കറങ്ങും. അങ്ങനെ മഴ ശക്തമായാൽ മേഘവിസ്ഫോടനങ്ങൾ കേരളത്തിൽ സീരിയസ് ആയിട്ട് വരുന്ന ക്ലൗഡ് ബേസ്റ്റിംഗ് വരുന്നു. അതൊരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് വെള്ളം ശക്തമായി വരുന്നു എന്നുള്ളതേ ഉള്ളൂ, കൂടുതൽ ഒന്നിച്ച് വരുന്നു മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ മേഘവിസ്ഫോടനവും കൂടിയൊക്കെ നടക്കുന്ന ഒരു നാട്ടിൽ, വളരെ വലിയ മഴ വരാൻ സാധ്യതയുള്ള നാട്ടിൽ തീർച്ചയായിട്ടും ഡാമിൻ്റെ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ച് തർക്കമുണ്ട്. അതിനകത്ത് ആർക്കും തർക്ക വ്യത്യാസമില്ല. സർ CP രാമസ്വാമി അയ്യരുടെ കാലം മുതൽ, അതായത് സ്വതന്ത്രമായ കേരള 1900 മുതൽ, 1800 അവസാനമാണ് പണിതത്, പക്ഷേ 1900 മുതൽ ഈ ഡാമിനെ സംബന്ധിച്ചുള്ള തർക്കമുണ്ട്, വലിയ തർക്കമുണ്ട്. കേസുണ്ട്, സുപ്രീം കോടതി കേസുണ്ട്, ഹൈക്കോടതി കേസ് എല്ലാമുണ്ട്. അതുകൊണ്ട് എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യം, ഡാം നിർമ്മിച്ച അന്നത്തെ പോലെ സ്റ്റേബിൾ അല്ല. എന്നാൽ തമിഴ്നാട് പറയുന്നത് നമ്മൾ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് സ്റ്റേബിളാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് തർക്കം 2 ഭാഗത്ത് നിൽക്കുന്നു. 3 കക്ഷികളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ സ്ഥലം, തമിഴൻ്റെ ഡാമുകളെക്കുറിച്ച് ഇന്ത്യയിൽ അന്വേഷിക്കുന്ന ഡാം സേഫ്റ്റി അതോറിറ്റിയും സെൻട്രൽ വാട്ടർ കമ്മീഷനും, അത് ഇന്ത്യയിൽ ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഏജൻസികൾ, പിന്നെ സുപ്രീം കോടതി. ഇനി ഇതൊക്കെയാണ് കഥ. എൻ്റെ ലാസ്റ്റ് പോർട്ട്, അതാണ് ഫസ്റ്റ് ഞാൻ പറയേണ്ടത്. ഈ വീഡിയോയുടെ മൊത്തം ക്രക്സ് അതാണ്. ഡൽഹിയിൽ അഭയ എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ ആക്രമിച്ചപ്പോൾ ആബാലവൃത്ത ജനങ്ങളും വിവിധ വിഭാഗത്തിലുള്ളവർ അവിടെ വന്ന് സമരം ചെയ്യുന്നു. ബംഗാളിൽ ഒരു ഡോക്ടർ മരിക്കാൻ സമയത്ത് ഒരു മരണവുമായി ബന്ധപ്പെടുത്തി മമതാ ബാനർജിക്ക് ഭരണം തന്നെ പോയി. വളരെ വലിയ സമരമാണ് അവിടെ നടന്നത്. കേരളം വിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പൊതു സാമൂഹ്യ വിഷയങ്ങളിൽ ആരെങ്കിലും ആഹ്വാനം ചെയ്താൽ ഒരുപാട് പേര് വരും. നല്ലവർ വരും, ചീത്ത വരും, തീവ്രവാദികൾ വരും, കുഴപ്പക്കാർ വരും, സമരത്തെ പൊളിക്കണമെന്നുള്ളവർ വരും, ചിലപ്പോൾ അങ്ങനെയുള്ളവരും വരും, സമരത്തെ സഹായിക്കണമെന്നുള്ളവർ വരും, ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയണമെന്നുള്ള പല ടീമും വരും.
അത് ചിലപ്പോൾ സംഘർഷത്തിലേക്കൊക്കെ പോകാറുണ്ട്. അങ്ങനെ പല സമരങ്ങളും നമ്മൾ കാണാറുണ്ട്. പക്ഷെ കേരളത്തിൽ ഏതെങ്കിലും പാർട്ടി ആഹ്വാനം ചെയ്തല്ലാതെ പാർട്ടിക്കാരും ഒരു പൊതുവിഷയത്തിൽ സമരത്തിന് പോയിട്ടില്ല. ഒരു CIT-കാരനും INTC നടത്തിയ പൊതുവിഷയ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. അതേസമയം പൊതു പണിമുടക്കിൽ ഇവർ പങ്കെടുക്കും. അത് രാജ്യത്ത് അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പൊതു പണിമുടക്ക് വരുമ്പോൾ, അഖിലേന്ത്യാ പൊതു പണിമുടക്ക് വരുമ്പോൾ പോകും. അല്ലാതെ വിഷയാടിസ്ഥാനം പെട്ടെന്നൊരു വിഷയമുണ്ടായി, കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഓടിക്കൂടി സമരം ചെയ്യുന്നു, അവിടെ കോൺഗ്രസ്സുകാർ പോവില്ല. ഇനി വേറൊരു സാഹചര്യമുണ്ടായി, കോൺഗ്രസ്സുകാർ സമരം ചെയ്യുന്നു, കമ്മ്യൂണിസ്റ്റുകാർ പോവില്ല. ആരാണോ ഏത് പാർട്ടിയാണോ സമരം ചെയ്യുന്നത് അവരുടെ സർക്കുലറും താഴോട്ട് ബഹളവും കമ്മിറ്റി യൂണിറ്റും ഒക്കെ ഉണ്ടാക്കിയാൽ സമരം നടക്കും. അപ്പം വലിയ സന്നാഹത്തോടു കൂടിയാണ്, കത്ത് പോകണം, പിന്നെ കമ്മിറ്റി കൂടണം, പൈസ പിരിക്കണം, വലിയ സന്നാഹത്തോടു കൂടിയാണ് സമരം നടക്കുന്നത്. അല്ലെങ്കിൽ മതസംഘടനകൾ നടത്തുന്ന സമരത്തിൽ അവരെ സംഘടന ഉണ്ടാവും. ഇപ്പോൾ SNDP നടത്തുന്ന സമരത്തിൽ SNDP ഉണ്ടാവും. ഐക്യപ്പെടുന്ന അല്ലെങ്കിൽ ഐക്യപ്പെടണമെങ്കിൽ അങ്ങനെ കമ്മിറ്റി കൂടി ആലോചിച്ച് വരണം. അല്ലാതെ സുവോമോട്ടോ എന്ന് പറഞ്ഞാൽ സ്വയം പ്രേരിതമായി ഇതൊരു വിഷയമാണ്, ഈ വിഷയത്തിൽ നമുക്ക് പ്രതികരിച്ച് കളയാം എന്ന് മലയാളി നിൽക്കില്ല. 650 പേര് പങ്കെടുത്ത മുല്ലപ്പെരിയാർ സമരം നടന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ട്. എന്നാൽ ഞാനും കൂടി പങ്കെടുക്കാം എന്ന് വിചാരിക്കില്ല. 300 പേര് പങ്കെടുക്കുന്ന 300 ദിവസമായി നടക്കുന്നൊരു സമരമുണ്ട്. എന്നാൽ പോയ കൂട്ടത്തിൽ സമരത്തിൽ കൂടെ കയറിയിരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമരത്തിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം, എഴുതുകയോ വായിക്കുകയോ വീഡിയോ ചെയ്യുകയോ പോവുകയോ കാണുകയോ അവർക്ക് ചായ കൊടുക്കുകയോ അവിടെ ഇരിക്കുക, ഏതെങ്കിലും തരത്തിൽ ഒരു ഐക്യദാർഢ്യം അവരോട് പ്രഖ്യാപിക്കാം എന്ന് മലയാളി കരുതില്ല. ഇവിടെയാണ് മലയാളിയുടെ സ്വത്വബോധവും നമ്മൾ നേടിയ വികലമായ രാഷ്ട്രീയ ബോധവും മതബോധവും ഇത് ചർച്ച ചെയ്തേ കേരള സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും സാംസ്കാരിക നായകരും അങ്ങനെ തന്നെയാണ്, കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും അങ്ങനെ തന്നെയാണ്. അവർ രാഷ്ട്രീയം നോക്കി സ്ഥാനമാനങ്ങൾ നോക്കി ഒക്കെ അഭിപ്രായം പറയുന്നവരാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പൊതുവിഷയങ്ങളിൽ അഭിപ്രായ സമന്വയവും പ്രതികരണവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം നാളെ എല്ലാവരും ഇറങ്ങി സമരം ചെയ്യണമെന്നും ഗവൺമെൻറ് വിരുദ്ധ കാര്യം ചെയ്യണമെന്നും പ്രതിഷേധം നടത്തണമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഒരു സോഷ്യൽ കോസിന് വേണ്ടി ആരെങ്കിലും എടുക്കുന്ന എഫർട്ട് എടുക്കുന്നവരാരെന്ന് നോക്കി മാത്രം അതിൻ്റെ സംവിധാനങ്ങളനുസരിച്ച് മാത്രം പ്രതികരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് ചർച്ച ചെയ്യണം. അതുകൊണ്ടാണ് മുല്ലപ്പെരിയാറിനെതിരെ മുല്ലപ്പെരിയാർ ടണൽ വേണമെന്നൊരു വിഭാഗം, ഡാം വേണമെന്ന് പറഞ്ഞൊരു വേറെ വിഭാഗം, ഇതെല്ലാം പൊളിച്ചു കളയണം എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം, തമിഴ്നാടിന് ഒരു തുള്ളി വെള്ളം കൊടുക്കരുതെന്ന് പറയുന്ന മറ്റൊരു വിഭാഗം, പുതിയ ഡാമുകൾ പണിത് തമിഴ്നാട്ടിൽ വെള്ളം കൊടുത്താൽ കുഴപ്പമില്ലെന്ന് പറയുന്നൊരു വിഭാഗം. ഇത് പറയാൻ തന്നെ ഒരു 100 സമിതികളും 100 കമ്മിറ്റികളും, അവർ തമ്മിലൊരു ഐക്യവുമില്ല, ഐക്യപ്പെടുന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ സംഘടനകളും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കീഴിൽ വരണം, ഒരു ടീമിൻ്റെ മുമ്പിൽ വരണം. അതുപോലെ തന്നെ തമിഴ്നാടുകാർ എടുക്കുന്ന പോലുള്ള എഫർട്ടുകൾ കേരള സർക്കാരും എടുക്കണം. കേരളത്തിലെ BJPക്ക് ഇതിൽ വലിയ പങ്ക് നിർവഹിക്കാനുണ്ട്. കാരണം കേന്ദ്രം ഭരിക്കുന്നതും സെൻട്രൽ വാട്ടർ കമ്മീഷനും അതുപോലെ തന്നെ ഇതും നമ്മുടെ ഡാം സേഫ്റ്റി അതോറിറ്റിയൊക്കെ BJPയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. വലിയ സാധ്യത BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും VD സതീശനും അടങ്ങുന്ന പ്രതിനിധി സംഘം ഡൽഹിയിൽ ഇതിനു വേണ്ടി പോകണം, സമ്മർദ്ദപ്പെടുത്തണം. നിങ്ങൾ 3 പേരും കൂടി ഒന്നിച്ച് പോകുന്ന ഒരു ദിവസം മലയാളി കാത്തിരിക്കുന്നു. നിങ്ങൾ 3 പേരും പോയില്ലെങ്കിൽ നിങ്ങൾ പോകുന്നതാണ് പ്രധാനം. പ്രധാനമന്ത്രി തന്നെ കാണുകയും വേണം, മറ്റൊരാളിനെ കണ്ടിട്ട് കാര്യമില്ല. ജലവകുപ്പ് മന്ത്രിയെ ബാക്കിയുള്ളവർ പോയി കാണട്ടെ, ജലവകുപ്പ് മന്ത്രിയും മറ്റ് ആളുകളുമൊക്കെ മറ്റുള്ളവരെ പോയി കാണട്ടെ, അല്ലെങ്കിൽ ഇവരെ കൂടെ പോയാലും കുഴപ്പമില്ല. പക്ഷേ 3 പാർട്ടിയുടെയും നേതാക്കൾ കേരള സമൂഹത്തോടുള്ള ഒരു താല്പര്യം വെച്ചുകൊണ്ട് പോകണം. ഇവിടുത്തെ മുഴുവൻ സാംസ്കാരിക നായകരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നായകരും സോഷ്യൽ ആക്ടിവിസ്റ്റുകളും ഇതിനോട് പ്രതികരിക്കണം, അഭിപ്രായം പറയണം. വളരെ കൃത്യമായി 10-30 ലക്ഷം ആളുകളെ ബാധിക്കുന്ന വിഷയത്തിൽ കൺസേസിലൂടെ, സമന്വയത്തിലൂടെ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെ അധികാരം ഉപയോഗിച്ചുകൊണ്ടോ ഏതാണ് മാർഗം എന്ന് നമുക്കറിയില്ല, എനിക്കറിയില്ല. പക്ഷേ എന്ത് മാർഗത്തിലൂടെ ആയാലും ഒരു ജനതയുടെ ഈ പറഞ്ഞ സ്വപ്നങ്ങൾ പൊലിയിക്കുന്ന ഒരു ജനതയുടെ ഡാം എന്ന് പറയുന്ന ഹിമോഗ്ലോസിൻ്റെ വാള് പോലെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഈ ജലബോംബിനെ കൈകാര്യം ചെയ്തേ കഴിയൂ. പക്ഷേ ഇതിൽ മലയാളി സമൂഹത്തിൻ്റെ ഈ നിശബ്ദത
അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിയോ തങ്ങളുടെ മതമോ ആഹ്വാനം ചെയ്യാത്ത കാര്യത്തിലൊന്നും പ്രതികരിക്കാതെ കാണികളായി നിൽക്കുന്ന, കാഴ്ചക്കാരായി നിൽക്കുന്ന മലയാളികളിൽ ഒരു പ്രതീക്ഷയും വേണ്ട. അവർ കാഴ്ചക്കാരെന്നുള്ള സ്ഥിതി മാറി പങ്കെടുക്കുന്നവരായി മാറുന്ന കാലം നമുക്ക്